ഡിലിജൻറ്റ് ഇൻ യുവർ വർക്ക്. സാമർഥ്യമുള്ളവനാകുക. സദൃശ്യവാക്യം 22:29. എ മാൻ ഡിലിജൻറ്റ് ഇൻ ഹിസ് വർക്ക് വിൽ സ്റ്റാൻഡ് ബിഫോർ കിങ്. ലേൺ, സ്റ്റഡി ആൻഡ് ഗെറ്റ് ദ സ്കിൽ. 22 സദൃശ്യവാക്യം 22:29 വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നമ്മളോടുകൂടെ ഇരിക്കുമ്പോൾ ആത്മാവ് പറഞ്ഞു തരുന്നതിന്, പ്രവൃത്തിയിൽ സാമർഥ്യമുള്ള പുരുഷനെ നീ കാണുന്നുവോ, അവൻ രാജാക്കന്മാരുടെ മുൻപിൽ നിൽക്കും. എന്താണ്? ഒരു കാര്യം ചെയ്തെടുക്കാനുള്ള സാമർഥ്യമുള്ളവർ, ഏത് ജോലിയെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന കാലം, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന കാലം ഇപ്പം ചില ജോലികളെല്ലാം ഇല്ലാതാകുമെന്ന് പറയുന്നു. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ വേറൊരു റൈറ്റപ്പ് ഉണ്ട്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻസ്, പിന്നെ റോഡ് ജോലി, അവരെയൊക്കെ തന്നെ ഉന്നത പദവിയിലാക്കണം എന്നാണ്. അതൊന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യാൻ പോകുന്നില്ലെന്ന്, നല്ല കാലം വരാൻ പോകുന്നത് അങ്ങനെയുള്ളവർക്ക്. മനസ്സിലായോ? ഈ ബുദ്ധിപരമായിട്ടുള്ളതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പക്ഷേ ബാക്കി കാര്യങ്ങൾ, പ്ലംബറിൻ്റെ ജോലി, റെക്ടിഫിക്കേഷന്, ഇലക്ട്രിസിറ്റിൻ്റെ ജോലി, ഇതൊക്കെ കണ്ടുപിടിക്കാൻ ആളുകൾ വേണം. അപ്പോൾ അവരുടെ നല്ല കാലം വരാൻ പോകുന്നു. എന്താണ്? ഏത് ജോലിയിലാണെങ്കിലും ചെയ്യുന്ന ജോലിയിൽ സാമർഥ്യമുള്ളവനായിരിക്കണം. അവൻ ആരുടെ മുമ്പിൽ നിൽക്കുന്ന പറഞ്ഞ്? രാജാവിൻ്റെ മുമ്പിൽ. എന്താ? അവൻ്റെ ആ പ്രവൃത്തി, ആ ഒരൊറ്റ ജോലി അവൻ അറിയത്തുള്ളൂ. ഇപ്പോൾ വേറൊരു സിമ്പിൾ എക്സാമ്പിൾ, ഗാർഡനിങ്. എനിക്ക് ഗാർഡനിങ് ഇഷ്ടം. ഞാനിവിടെ വന്ന നാൾ തൊട്ട് നല്ലൊരു ഗാർഡനറിനെ നോക്കുകയാണ്. ആരെങ്കിലും ഒരാൾ വന്നത് ക്ലിയറായിട്ട് വ്യക്തിയായിട്ട് വെച്ച് തന്നാൽ പിന്നെ നമുക്ക് ചെയ്യാം. പക്ഷെ നമുക്ക് പലരും വന്നിട്ടും അത് പിടിക്കുന്നില്ല, നമ്മുടെ മനസ്സുമായിട്ട് അവർ യോജിക്കുന്നില്ല. അത് കഴിവാണ്. ആ കഴിവുള്ളവരെ നമുക്ക് കിട്ടണം. നമ്മളതിനു വേണ്ടി സാമർഥ്യമുള്ള കഴിവുള്ളവരെ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ സേവ് അഗ്രസീവ്ലി, വളരെ അഗ്രസീവായിട്ട് സൂക്ഷിക്കാൻ, പൈസ ഉണ്ടാക്കാൻ പഠിക്കണം. ഉണ്ടാക്കുന്നതിൻ്റെ ഒരംശം സൂക്ഷിക്കാൻ പഠിക്കണം. അഗ്രസീവായിട്ട് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 10 രൂപ മാറ്റി വെച്ചിരിക്കണം, നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ടുള്ള, അത് ആദ്യം ചെയ്യണം. എന്തെല്ലാം പോസ്റ്റ് ഓഫീസുണ്ട്, പല സ്റ്റോക്കുകളുണ്ട്, എന്തെല്ലാം തരത്തിൽ ചെയ്യാൻ ഇത്ര വഴികൾ ആഗ്രഹിക്കുന്നു. എൻ്റെ കൂടെ അടുത്തുള്ള ഒരാൾ നാളെ പറയായിരുന്നു, ഓരോരുത്തരുടെ അവരുടെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരിക്ക് അവരുടെ പ്രയത്നം കൊണ്ട് അവർ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങി അവരുടെ ബാങ്കിൽ കാശിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊരു നല്ല പ്രവർത്തനമാണ്. കുറേച്ചേ ഇടുന്നുള്ളൂ, ബട്ട് അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ബെനിഫിറ്റ്. സേവ് അഗ്രസീവ്ലി വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതിൽ പദം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട സമയത്ത് ബുദ്ധിയായിട്ട് ചെയ്യണം. പേ അറ്റൻഷൻ ടു ഹെൽത്ത്. നിൻ്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനമല്ലേ? എല്ലാ മനുഷ്യരും, ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്ത്രീകളും അസുഖമുള്ളവരാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരൊന്നിനും കൊള്ളത്തില്ല. ആരും തന്നെ പറയുമോ ഇനിയിപ്പം പ്രായമായില്ല എന്തെടുക്കുക, ഇങ്ങനെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ. 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എഴുതിത്തള്ളി. യു ഹാവ് ടു ബി റിയലൈസ്, ഈ ചെറുപ്രായത്തിൽ നേടുന്ന അനുഭവങ്ങളുടെ വെളിച്ചം നമുക്ക് ഇട്ടിരിക്കുന്ന ആ വലിയ എക്സലൻസ്, അത് ഷൈൻ ചെയ്യേണ്ട സമയമാണ് പ്രായം എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ വീട്ടിൽ ഓടിച്ചു കുത്തിയ പോലെ ഇരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെന്ന് നോക്കണ്ട, മോശമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന 80-ാം വയസ്സിലാന്ന് ഓർക്കണം. അബ്രഹാമിന് ദൈവത്തിൻ്റെ വാഗ്ദത്തപുത്രം കിട്ടിയ 100-ാം വയസ്സ്. അത് പണ്ടെന്ന് പറയാം, അല്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കർത്താവിന് ഇസഹാക്ക് വിവാഹം കഴിച്ച 40-ാം വയസ്സിൽ. അന്ന് ലോഞ്ചിവിറ്റി ഓഫ് ലൈഫ് ഉണ്ട്. പക്ഷേ എന്തെല്ലാം ധൃതി പിടിച്ച് ഓരോ അമ്മമാർ വിളിച്ചു പറയോ 25 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സായ എൻ്റെ മോൻ്റെ കല്യാണം നടന്നിട്ടില്ല. ശരി, ഇപ്പോഴത്തെ കാലത്തനുസരിച്ച് നേരത്തെ നടത്തുന്നതല്ല, പക്ഷേ അതിലൊത്തിരി വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. ദൈവത്തിനറിയാമെന്നേ. ലെറ്റ് ദം ലേൺ. പഠിച്ച് ഒരു കാലം നിൽക്കാൻ ആദ്യം പഠിക്കട്ടെ. അതുപോലെ 2026 ഒരു വിഷൻ എഴുതി വെക്കണം. ഞാൻ ഈ വർഷം എന്ത് ചെയ്തെടുക്കും, എൻ്റെ പ്ലാൻ എന്താണ്, ദൈവവുമായിട്ട് ഞാൻ ഒന്ന് ആത്മീയ ഗോളത്തിൽ, പിന്നെ മറ്റു കാര്യങ്ങളിൽ ആളുകളെ പരിചയപ്പെടുന്നതിൽ ഏതെങ്കിലും ഒരു പുതിയ റെസൊല്യൂഷൻ. ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ച് ഭക്ഷണം കൊടുക്കും. അത് നമ്മളൊന്ന് തീരുമാനിക്കാം. എന്തെങ്കിലും അതല്ല, ഒരാൾക്കൊരു നന്മ ചെയ്യും അർഹിക്കാതെ, ഒരാളുടെ വീട് വിസിറ്റ് ചെയ്യും, എന്തെങ്കിലും പുതിയൊരു ഭാഷ ഞാൻ പഠിക്കും, പുതിയൊരു മ്യൂസിക്കൽ എന്തെല്ലാം പഠിക്കാം, എന്തെങ്കിലും കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ, ഇതൊക്കെ പഠിക്കാൻ ടെലിഫോൺ മൊബൈലിനകത്തെ ഒരു ക്ലാസ് ഞാൻ എടുക്കും. അതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, ബട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ചിലപ്പം വിചാരിക്കും. ചെറിയ കോഴ്സുകൾ. ഇപ്പോൾ മൊബൈലിനകത്തും അവർ കാർ ഓടിക്കുന്നതിൽ ഈ ഗാഡ്ജറ്റെല്ലാം കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതേ കുത്തണമെന്ന് ആർക്കും അറിയത്തില്ല. അതുപോലെ ഉണ്ട്. എങ്ങനെയത് ഓപ്പറേറ്റ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇരുന്നാൽ മാത്രം മതി, ഈ വണ്ടി ഓടിക്കോളൂ. ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്, പിന്നെ അറിഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല ആ കണക്ക്.
ഇങ്ങനെ ഒരു മാറുന്ന ഒരു ലോകത്തിൽ നമ്മൾ അതിനനുകൂലമായിട്ട് പഠിച്ച് മുൻപോട്ട് കയറണം. സമയം വൃഥാ കളയരുത്. ഒരു പേപ്പർ എടുത്തിട്ട് ഈ വർഷം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എഴുതിയിട്. ആദ്യമേ എഴുതി വെച്ച് അതേ വെച്ച് പ്രാർത്ഥിക്കുക. ക്ലാരിറ്റി വരും. ക്ലാരിറ്റി ഈസ് എ വെപ്പൺ. എനിക്കൊരു ക്ലിയറായിട്ടൊരു വിഷൻ അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്നെങ്കിൽ അതെനിക്കൊരു ബലമാണ്. അതാണ് എൻ്റെ ആയുധം. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ലോയ്ക്ക് പഠിക്കാൻ പോകണമെന്നുള്ളത് ചെറുപ്പത്തിൽ തൊട്ടേ വല്യപ്പച്ചൻ ഇങ്ങനെ ജഡ്ജസിൻ്റെ പടവും മറ്റുള്ളവരുടെ പടമൊക്കെ ഇങ്ങനെ കൊണ്ട് കാണിക്കും പലപ്പോഴും അവരെക്കുറിച്ച്. അങ്ങനെ പിന്നെ പ്രസംഗിക്കാൻ അന്ന് തൊട്ടേ കഴിവുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പല പ്രാവശ്യം കേട്ടു. ഒരിക്കലും വിചാരിച്ചില്ല ലോയ്ക്ക് പോകുമെന്ന്. പക്ഷേ അൾട്ടിമേറ്റ്ലി ലോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചിന്ത, ഇംഗ്ലണ്ടിൽ പോകണം, ബാരിസ്റ്ററേറ്റ് ലോ എടുക്കണം. കാരണം മഹാത്മാഗാന്ധിജി എടുത്തു, പിന്നെ നമ്മുടെ മാർഗരറ്റ് നാച്ചർ എടുത്തു, പിന്നെ പലരും ജവഹർലാൽ നെഹ്റു എടുത്തില്ല, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പലരും പാകിസ്ഥാനിലെ പ്രസിഡൻ്റ് എടുത്തു. ഇങ്ങനെ പലരും എടുത്തിട്ടുള്ളപ്പോൾ നമുക്ക് അവിടെ പോയി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ എന്ത് പ്രശ്നം വന്നാലും പോവുക, പഠിക്കുക. അത് പഠിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തിന് തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ ഓരോന്നും ഓരോ വർഷങ്ങളിൽ എടുക്കുന്നതാണ് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. പിന്നെ നമ്മൾ പലയിടത്ത് ജോലിക്ക് പോയി അവിടെ മക്കളെ പഠിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ഒരു വിഷൻ ഉണ്ടാകുകയാണ്. അതുപോലെ ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, ഒരു വിഷൻ വേണം, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകണം. ക്ലാരിറ്റി ഈസ് എ വെപ്പൺ. അതുപോലെ ഗാർഡ് യുവർ മൗത്ത്. വേണ്ടാത്തൊന്നും അയ്യോ ഈ എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഈ പറച്ചിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളയണം. അത് എവിടുന്ന് കയറി വരുന്നതെന്ന് അറിഞ്ഞുകൂടാ. പറയത്തില്ലേലും പല പുരുഷന്മാർക്കുള്ളിൽ ഭയമാണ്. ഈ പുരുഷന്മാർക്ക് ഭർത്താക്കന്മാർക്ക് അല്ലെ ബലം ഇട്ട് കൊടുക്കേണ്ട ഈ ജോലി ഭാര്യമാരുടേതാണ്. യഹോവ ഭക്തനായ പുരുഷൻ ഭാഗ്യവാൻ. അവൻ്റെ അധ്വാന ഫലം അവൻ അനുഭവിക്കും. ഇവിടെ അധ്വാന ഫലം ഉണ്ടായിട്ട് അധ്വാനിക്കാൻ ഒക്കുന്നില്ല. അധ്വാനിക്കുന്ന ഫലം എത്ര അമ്മമാരെ വിളിച്ച് മക്കൾക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. എവിടെയും നിങ്ങൾ ജോലി ചെയ്യുവാൻ, പക്ഷെ വേറെ വീട്ടിനകത്തിരിക്കണ്ടേ? ക്രിസ്തുവാകുന്ന മുന്തിരിയേൽ വേണ്ടേ ഇത് കെട്ടിവെക്കാൻ? നമുക്ക് പ്രാർത്ഥിക്കാം ക്ലിയറായിട്ട് പ്രാർത്ഥിക്കാം. ക്ലാരിറ്റി ആദ്യം അവിടെ മക്കളെ ക്രിസ്തുവിൽ കെട്ടിവെക്കുക, അതിൻ്റെ ശാഖയായിട്ട് ഭാര്യമാരെ, അതിൻ്റെ പുറകിൽ കൊച്ചുമക്കൾ. ഇതൊക്കെയാണ് ദൈവികം. അതായത് നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഒരു വൃക്ഷമായിട്ടാണ് ഏദൻ തോട്ടത്തിൽ ആദ്യം കാണിച്ചത്, യേശു വരുന്നതിന് മുമ്പ്. പിന്നെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും കുടുംബത്തിൻ്റെ അതായത് കുടുംബത്തിൻ്റെ ഒരു വൃക്ഷമായിട്ടാണ് ഫാമിലി ട്രീ എന്ന് പറയുന്നത്. പിന്നെ ഒരു ചെറിയ കുടുംബം എടുത്താലും ഒരു ചെറിയ ട്രീ ആയിട്ടാണ് കാണണം. അതിൻ്റെ തണലിലാണ് ദൈവം മുകളിൽ, ഹസ്ബൻഡ്, പിന്നെ വൈഫ്, പിന്നെ മക്കൾ. ആ ഓർഡർ മാറരുത്. ആ ഓർഡർ മാറിയാൽ ശരിയാകത്തില്ല. ആര് പറയും? വിളിച്ചു പറ. ഇതാണ് സാമർഥ്യമുള്ള സ്ത്രീകളെ വീടിൻ്റെ മുകളിൽ കയറി നിന്ന് വിളിച്ചു പറ. ഗോഡ് ഇൻഹാബിറ്റ്സ് യുവർ പ്രൈസ്. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ എന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ഈ എഫെസ്യർക്കെഴുതിയ ലേഖനത്തിനകത്ത് നമ്മൾ ആദ്യം വായിക്കുന്നിടത്ത് സ്തോത്രഫലം എന്ന അതരഫലം എന്ന സ്തോത്രയാഗമാണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അല്ലാതെ കർത്താവിന് ഇനി നമുക്ക് വേറൊരു യാഗവും കൊണ്ട് ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാമോ? ഗോഡ് ഇൻഹാബിറ്റ്സ് ദ പ്രൈസസ് ഓഫ് മാൻ. നമ്മുടെ സ്തുതിയിന്മേലാണ്. സങ്കീർത്തനം 22:3. ഇതിനൊക്കെ വചനമില്ലേ? സദൃശ്യവാക്യം 22:21. എ മാൻ ഡിലിജന്റ് ഇൻ ഹിസ് വർക്ക് വിൽ സ്റ്റാൻഡ് ബിഫോർ. ആർ യു ഡിലിജന്റ്? പുതിയതായിട്ട് പഠിച്ചെടുക്കണം. ഒത്തിരി കഴിവിലൊന്നുമല്ല. നിനക്ക് ഏത് ചെയ്യാൻ കഴിവുണ്ടോ അതിൽ എക്സ്പേർട്ടാകുക. എന്നെക്കാട്ടി കഴിഞ്ഞ് വേറൊരാളില്ല ഈ ഒരു ഏരിയയിൽ. ഏതാ എടുക്കുന്നത്? ഫോട്ടോഗ്രാഫി ആക്കി, യു ടേക്ക് ഇറ്റ്. പഠിപ്പിക്കാനാണ്, പഠിപ്പീര്. ഗാർഡനിങ് ആണ്, ടേക്ക് ഇറ്റ്. പ്ലംബിംഗ് ആണോ, യു ബി ദ ബെസ്റ്റ്, ഹാവ് ദ ബെസ്റ്റ് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ റെക്കോർഡിങ് എടുക്കുന്നത്, ഇപ്പോൾ റെക്കോർഡിങ്ങിന് തന്നെ എത്രയോ പുതിയ എക്യുപ്മെൻറ്റ്സ് വരുന്നു. ഡിലിജൻറ്റ്, ഈ അപ്ഡേറ്റ് യുവർ സെൽസ്. ഇതൊക്കെ ഇപ്പം നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അതുപോലെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആഗ്രഹം. ഇതൊക്കെ ദൈവം തമ്പുരാൻ ഇട്ട് തരുന്നുണ്ട്. ഡിലേഡ് ഒബീഡിയൻസ് ഇസ് ഡിസ്ഗൈസ്ഡ് ഡിസൊബീഡിയൻസ്. അതായത് താമസിച്ച് ചെയ്യാമെന്നും പറഞ്ഞ് നീട്ടി വെക്കുന്നത് അത് ഡിസൊബീഡിയൻസ് ആണെന്ന്. അത് അനുസരണമേ അല്ലെന്നാണ് ദൈവം പറയുന്നത്.
അനുസരണം ബലിയെക്കാട്ടിൽ നല്ലത്. കർത്താവ് ചില കാര്യങ്ങൾ ദിനംപ്രതി, ഞാനിപ്പോൾ പറയുമ്പം തന്നെ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവം അത് ചെയ്യ് ഇത് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ തന്നെ ഒരു കസിന് ഒരു ഫാക്ടറി തുടങ്ങുന്ന കാര്യത്തിൽ ചെയ്യണോ വേണ്ടായോ ചെയ്യണോ വേണ്ട. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അത് തന്നെ ഞാൻ ചെയ്യാൻ പോവുക. കാരണം ഒരു വാക്കാണ് അവരെ തൊടുന്നത്. ചെറുപ്പക്കാർ ചുമ്മാ അത് സമയം ഈ മൊബൈലും വെച്ചുകൊണ്ട് സമയം കളയരുത്. മേക്ക് എ ബ്രേക്ക് ടു ദിസ്. ഇത് ഒരു ദിവസം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ഇഷ്യൂ, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. 1 കൊരിന്ത്യർ 6:18 ഫ്ലീ ഫോർണിക്കേഷൻ, അത് പഠിക്കണം. ഇതൊക്കെ ഇതൊന്നും എഴുതിയിട്ടില്ലയോ? ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം അമേരിക്കയിലൊക്കെ ഓരോ സ്ത്രീകൾ 12ഉം 13ഉം വയസ്സുള്ളവർ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞേച്ച് ആ ചാളിക്കേക്കിൻ്റെ മുമ്പിലൊക്കെ ഇതെൻ്റെ ശരീരം, എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നൊക്കെ വിളിച്ച് പറയുമ്പോൾ ഈ സത്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. ചർച്ച് ഷുഡ് ബി ദ പ്ലേസ് ടു ടീച്ച് ഓൾ ദീസ് തിങ്സ്. അത് ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല, നമ്മളും ചെയ്യുന്നില്ല. 1 കൊരിന്ത്യർ 6:18 ഇങ്ങനെയാണ് വായിക്കുന്നത്: ദുർനടപ്പ് വിട്ട് ഓടുവീൻ, മനുഷ്യൻ ചെയ്യുന്ന കർത്താവിനോട് പറ്റിച്ചേരുന്നു അവനുമായി ഏകാത്മ. കർത്താവിനോട് പറ്റിച്ചേരണം, എന്നാലല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ദുർനടപ്പ് വിട്ട് ഓടുവീൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താണ്. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് ഇതിന് വിശുദ്ധ സ്ഥലമായിട്ട് നമ്മളെ തന്നെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇത് വിശുദ്ധമാണ്. ഇത് ഡ്രഗ്സിനും ഡ്രിങ്ക്സിനും വേണ്ടാത്തതിനും മ്ലേച്ഛതയ്ക്കും ഉള്ള ശരീരമല്ല. കാരണം ഇത് പവിത്രമാണെന്ന് കുഞ്ഞുങ്ങളെ കൊച്ചിലെയാ 5 വയസ്സിന് മുമ്പ് ഇതിനെ പഠിപ്പിച്ചിരിക്കണം. 5 വയസ്സിന് മുൻപ് നമുക്ക് നിലവിളിക്കാം. ക്ലീൻ ദ ഓൾട്ടർ. നമ്മളിരിക്കുന്നിടം നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടും വിശുദ്ധമാക്കുക. ഈ കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ, പ്രത്യേകിച്ച് കത്തോലിക്കർ. ക്രിസ്തുമസിന് മുൻപ് അവർ വീട് മുഴുവൻ പെയിൻറ്റ് ചെയ്ത്, മതിൽ വരെ പെയിൻറ്റ് ചെയ്ത്, നല്ല ചിലവുണ്ട്. പക്ഷെ അവരത് തീക്ഷ്ണമായിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഓൾ ഷോസ് ഇല്ലേ എന്താണ് കർത്താവ് കൂടെ വന്ന് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രചോദനം കൊടുക്കുക, എൻകറേജ് ചെയ്യുക, മാർഗനിർദ്ദേശം പറഞ്ഞു കൊടുക്കുക. അനുഭവ വെളിച്ചങ്ങളെ മറ്റുള്ളവർക്ക് പ്രകാശമായി മാറട്ടെ. ഒരു മനുഷ്യൻ പ്രവൃത്തിയിൽ സമർത്ഥനാണെങ്കിൽ അവൻ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കും. ഏതാണ് ദൈവം കൊടുത്ത കഴിവ്? ചിലർക്ക് എഴുതാനായിരിക്കും, ഹാൻഡ് റൈറ്റിങ്. അത് മനോഹരമായിട്ട് എഴുതുന്നവരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് കാണും. ചിലർക്ക് പാട്ട് പാടാൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അത് പഠിപ്പിച്ച് എത്ര പേര് കാശ്. ഇതൊക്കെ വലിയ കാര്യം ചിന്തിക്കാതെ ചെറുതിൽ കൂടെ. ചിലർക്ക് ചെടികൾ നടാനായിരിക്കും, ചിലർക്ക് മറ്റുള്ളവരോട് ഇടപെടാനായിരിക്കും, മറ്റുള്ളവർക്ക് പ്രയാസം വരുമ്പം അവരെ സഹായിക്കുക. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ സാധിക്കും. ഭക്ഷണം ഉണ്ടാക്കാൻ, ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. ഇതിലെല്ലാം ഏതിലാണ് ദൈവം ഏൽപ്പിച്ച കഴിവ്, അത് ഏറ്റവും ഉന്നതമായിട്ട് ചെയ്യാൻ തക്കവണ്ണം ഞങ്ങളുടെ കൂടെ നിൽക്കണം. അതിനുള്ള വഴികൾ, സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്, അതിനുള്ള മാർഗങ്ങൾ കാണിച്ചു തരണം. അത് കാണിച്ചു തരുമ്പോൾ അത് സ്വീകരിച്ചിട്ട് അതിൽ കൂടെ നന്നായിട്ട് ശോഭിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ചെയ്യുന്ന പ്രവൃത്തിയിൽ 100% നന്മയായിട്ട് ചെയ്യാൻ. വെൽ ഡൺ ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്, അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ വിചാരകനാണെന്ന് കേൾക്കാൻ തക്കവണ്ണം ഈ വർഷത്തെ ഞങ്ങളുടെ പ്രവൃത്തികൾ അനുഗ്രഹമാക്കി തരണമേ. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.